ഹലോ, ഇന്ന് നമുക്കൊരു മത്തിപ്പീര ഉണ്ടാക്കാം. സാധാ മത്തിപ്പീരല്ല, പിന്നെ ആര്? ഞാനല്ലാതെ പിന്നെ ആര്? അതെ, മാങ്ങ മത്തിപ്പീര. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുളക് നടുകീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് മാംഗോ അതേപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ട കുറക്കോ ചെയ്യാം. ഇനി നമ്മൾ ഇതൊക്കെ കൂടി ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാം കൂടി ആഡ് ചെയ്യുക. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് മൺചട്ടി എടുത്തത്. എന്നിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ തേങ്ങ ചിരകിയതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഞരടി പിടിപ്പിക്കണം. ഈ ഞരടി പിടിപ്പിക്കുമ്പോഴാണ് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സായി കിട്ടുക. പിന്നെ നമ്മൾ അതിലേക്ക് 1/2 കിലോ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മത്തിയിൽ ഇങ്ങനെ വരയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ വരട്ട് കൊടുത്താൽ ആ ടേസ്റ്റ് ഒന്നുകൂടി നമുക്ക് മത്തിയിലേക്ക് ഇങ്ങോട്ട് ആഴ്ന്നിറങ്ങും. പിന്നെ അതിലൊരു കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മത്തി എന്താ പറയുക ഉടയാതെ നമ്മൾ അത് മിക്സാക്കി എടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളെ പകുതി പരിപാടി ഇവിടെ കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല മൂടിയിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ വരെ വേണം വേവിച്ചെടുക്കാൻ. അതിൽ വെള്ളം നമ്മളിങ്ങനെ വറ്റുന്ന വരെ ജസ്റ്റ് ഇളക്കി മെല്ലെ ഇളക്കണം. ഉടയാത്ത രീതിക്ക് ഇളക്കിയിട്ടും ജസ്റ്റ് ചട്ടി ഇങ്ങനെ ചുറ്റി കൊടുത്താലും മതി. അങ്ങനെ ചെയ്തിട്ട് വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കുക. വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ മാങ്ങയും അതേപോലെ മീനൊക്കെ നല്ല വെന്തിട്ട് മാങ്ങൊക്കെ നല്ല ഉടഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വേണം കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് പറ്റുകയാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയും നല്ലത്. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. നല്ല ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ചൂടോടെ കഴിക്കണേലും എനിക്കിഷ്ടം അങ്ങനെ കഴിക്കാനാണ്. എല്ലാവരെയും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.